എക്സ്പ്രസീവ് അഫേസിയയും റിസപ്റ്റീവ് അഫേസിയയും തമ്മിലുള്ള ഡിഫറൻസ് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് കിട്ടിയേക്കാം. ഓക്കെ, അപ്പം ആദ്യം അഫേസിയ എന്താണെന്ന് മനസ്സിലാക്കണം. അഫേസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് ഡിസ്റ്റർബൻസ് ആണ്. ബ്രെയിൻ ഡാമേജ് കൊണ്ടുണ്ടാകുന്ന ലാംഗ്വേജ് ഡിസ്റ്റർബൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ പ്രോബ്ലം. അപ്പോൾ ബ്രെയിൻ ഡാമേജ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് സ്ട്രോക്ക് ബന്ധപ്പെട്ട് ചോദ്യം കിട്ടുമേ. സ്ട്രോക്കിൽ പ്രധാനമായിട്ട് കാണിക്കുന്ന ഒരു സിംറ്റമാണ് അഫേസിയ എന്ന് പറയുന്നത്. സ്ട്രോക്ക് മാത്രമല്ല, മറ്റ് ചില ന്യൂറോളജിക്കൽ ഡിസോർഡർ, ഈവൻ ഹെഡ് ഇഞ്ചുറിയിലൊക്കെ സംഭവിക്കാം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് അൽഷൈമേഴ്സ് ഡിസീസിലും അഫേസിയ ഒരു ഇമ്പോർട്ടൻറ്റ് സിംറ്റമാണ്. ഓക്കെ, അപ്പോൾ ഇത് ലാംഗ്വേജ് ഡിസ്റ്റർബൻസ് ആണെന്ന് മനസ്സിലായി. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം എക്സ്പ്രസീവ് അഫേസിയ നോക്കിക്കഴിയുമ്പോൾ എന്താ പറയണ്ടേ, എക്സ്പ്രസീവ് സ്പീച്ചിനാണ് പ്രശ്നം, അല്ലെങ്കിൽ സംസാരിക്കുന്നതിനാണ് ഇവർക്ക് ബുദ്ധിമുട്ട്. ഓക്കെ, അപ്പോൾ അതിന് ഒരു കണക്ഷൻ കിട്ടി, അല്ലെങ്കിൽ അതുകൊണ്ട് അങ്ങനെയും ചോദ്യം കിട്ടും. അതുകൊണ്ട് പറയുകയാണ് എക്സ്പ്രസീവ് സ്പീച്ചിന് പ്രശ്നം, അല്ലെങ്കിൽ എക്സ്പ്രസീവ് സ്പീച്ചിൻ്റെ നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ ബ്രോക്കാസ് ഏരിയ ആണ്. അപ്പോൾ ഈ ബ്രോക്കാസ് ഏരിയ ഫ്രോണ്ടൽ ലോബിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രോണ്ടൽ ലോബിൽ എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ എക്സ്പ്രസീവ് സ്പീച്ചിനായിരിക്കും ഡിഫിക്കൽട്ടി. അപ്പോൾ എക്സ്പ്രസീവ് അഫേസിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വളഞ്ഞ് ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. അപ്പോൾ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം, നമ്മുടെ ഫ്രോണ്ടൽ ലോബിൽ ബ്രോക്കാസ് ഏരിയ ഉണ്ട്. ആ ബ്രോക്കാസ് ഏരിയ ആണ് നമ്മുടെ എന്താ പറയണ്ടേ സംസാരം കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ എന്താ പറയണ്ടേ സ്പീച്ചിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രോക്കാസ് ഏരിയ ആണ്. ഈ ബ്രോക്കാസ് ഏരിയയ്ക്ക് ഡാമേജ് വന്നു കഴിഞ്ഞാൽ സംസാരത്തിന് പ്രശ്നം ഉണ്ടാവും, പറയുന്നതിന് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ പറയുന്ന കാര്യം, മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന്, കോംപ്രിഹെൻഡ് ചെയ്യുന്നതിന്, മനസ്സിലാക്കുന്നതിന് പ്രശ്നമില്ല. കോംപ്രിഹെൻഷൻ ഓക്കെയാണ്, പക്ഷേ സംസാരത്തിൽ പ്രശ്നമുണ്ട്. ഫ്ലുവൻസി ഉണ്ടാവില്ല, പ്രോപ്പറായിട്ട് ലോങ് സെൻറ്റൻസുകളൊന്നും പറയാൻ അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കാൻ അവർക്ക് പ്രശ്നമുണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട, ഇങ്ങനെ മനസ്സിലാക്കുക. എക്സ്പ്രസീവ് അഫേസിയ എന്ന് പറയുന്നത് ബ്രോക്കാസ് ഏരിയ, ഫ്രോണ്ടൽ ലോബിലെ ബ്രോക്കാസ് ഏരിയയുടെ ഡാമേജ് കൊണ്ടുണ്ടാകുന്നതാണ്. ഇവർക്ക് സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ കാര്യങ്ങൾ മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാക്കാൻ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കാം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ റിസപ്റ്റീവ് അഫേസിയ എന്ന് പറയും. റിസപ്റ്റീവ് അഫേസിയയിൽ എന്താ പറയണ്ടേ, റിസപ്ഷൻ, മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാക്കുന്നതിന് ആണ് ബുദ്ധിമുട്ടുള്ളത്. വെർണിക്സ് ഏരിയയിലാണ് ഇവിടെ ഡാമേജ് വരുന്നത്. വെർണിക്സ് ഏരിയ പ്രധാനമായിട്ടിരിക്കുന്നത് ടെമ്പറൽ ലോബിലാണ്. ഓർത്തോണേ, ആ ഏരിയയൊക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ വരും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഈ വെർണിക്സ് ഏരിയ കോംപ്രിഹെൻഷൻ്റെ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർ പറയും. ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ കേട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കേട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഏരിയയ്ക്ക് പറയുന്ന പേരാണ് വെർണിക്സ് ഏരിയ എന്ന് പറയുന്നത്. ഇതിന് ഡാമേജ് സംഭവിച്ചാൽ റിസപ്റ്റീവ് അഫേസിയ ആയിരിക്കും ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർ പറയുന്നതിന്, മനസ്സിലാക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും, കോംപ്രിഹെൻഷന് പ്രശ്നമുണ്ടാകും. പക്ഷെ പറയുന്നതിന് വലിയ പ്രശ്നമില്ല. പറയുന്നതിന് പ്രശ്നമില്ല എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല. ലോങ് സെൻറ്റൻസസ് ഒക്കെ പറയാം, ഫ്ലുവൻസി ഒക്കെ ഉണ്ടാവും. പക്ഷെ ചില കേസുകളിൽ, എന്നുവെച്ചാൽ കുറേ കേസുകളിൽ കണ്ടന്റ് പ്രോബ്ലം ഉണ്ടാകാമെന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നിയോലോഗിസം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഇവരിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ഇത് തമ്മിൽ ഇങ്ങനെ നമുക്ക് കമ്പയർ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. എക്സ്പ്രസീവ് അഫേസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ മനസ്സിലാക്കുന്നതിന് പ്രശ്നമില്ല. തിരിച്ച് മനസ്സിലാക്കുന്നതിന്, കോംപ്രിഹെൻഷന് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ റിസപ്റ്റീവ് അഫേസിയ എന്ന് പറയും. ഇത് രണ്ടും, എക്സ്പ്രസീവ് അഫേസിയയും റിസപ്റ്റീവ് അഫേസിയയും ചേർന്ന് ഒരാളിൽ വരികയാണെങ്കിൽ അതിനെ മിക്സ്ഡ് അഫേസിയ അല്ലെങ്കിൽ ഗ്ലോബൽ അഫേസിയ എന്ന് പറയും. ഇനി നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. DHA, HAD, MOH, പ്രോമെട്രിക് പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് 60 മണിക്കൂറിൻ്റെ 60 ഹവേഴ്സിൻ്റെയും 5 ഡേയ്സിൻ്റെയും ക്രാഷ് കോഴ്സസ് അവൈലബിൾ ആണ്. അതിനകത്ത് തിയറി ക്ലാസ്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസ്, ക്രാഷ് ക്വസ്റ്റ്യൻസ് എല്ലാം ചേർന്ന് വരുന്നുണ്ട് പാക്കേജിൽ. എംഗ്ലെക്സാറിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതിനകത്ത് തിയറി ക്ലാസ്സും സൗണ്ടേഴ്സ് ബേസ് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ ആർച്ചർ, വേൾഡിൽ നിന്നെടുത്തുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ഇൻഡെപ്തിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ട ക്വസ്റ്റ്യൻസും ഈ പാക്കേജിൽ വരുന്നുണ്ട്. ഗവൺമെൻറ് എക്സാംസ്, DME, എയിംസ് പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് റെഗുലർ ക്ലാസ്സസും അവൈലബിൾ ആണ്. ഇതെല്ലാം അവൈലബിൾ ആയിട്ടുള്ള നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിലും വെബ്സൈറ്റിലുമാണ്. അതിൻ്റെ ലിങ്കും URL ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഡെമോ ക്ലാസ്സസിനും ഒക്കെ വേണ്ടിയിട്ട് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.